ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 2024 വേണ്ടിയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ 2024ന്റെ നോട്ടിഫിക്കേഷൻ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വിവിധ വകുപ്പുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 968ഓളം ഒഴിവുകളിലേക്ക് 18/4/2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഈ ഒരു ജോബിനെ കുറിച്ച് നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് വിവിധ വകുപ്പുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് ഇപ്പോൾ SSCയുടെ JEE സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ 2024ന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 18/4/2024 വരെ 28/3/2024 ആരംഭിച്ച ഈ ഒരു വിജ്ഞാപനം 18/4/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് വിവിധ വകുപ്പുകളിലേക്ക് ഏകദേശം 968ഓളം ഒഴിവുകളാണ് നിലവിലുള്ളത്. 35,400 മുതൽ 1,12,400 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിലേക്ക് നമ്മൾ ഓർഗനൈസേഷൻ്റെ പേരുകൾ നോക്കുകയാണെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROയിലുണ്ട്. അതുപോലെ ബ്രഹ്മപുത്ര ബോർഡ്സ് മിനിസ്ട്രി ഓഫ് ജലശക്തി, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ, അതുപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഫാക്ക ബാരേജ് പ്രോജക്റ്റ് മിനിസ്ട്രി ഓഫ് ജലശക്തി, അതുപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് MES, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTRO തുടങ്ങിയ വകുപ്പുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ നിരവധി അവസരങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് 438ഓളം ഒഴിവുകളുണ്ട്. പിന്നെ അത് മെയിൽ കാൻഡിഡേറ്റ്സിന്, അതുപോലെ തന്നെ ഇതിൽ ഓരോ പോസ്റ്റുകളുണ്ട്. JEE സിവിൽ, JEE ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ 37 വേക്കൻസി. ബ്രഹ്മപുത്രയിലേക്കാണെങ്കിൽ JEE സിവിൽ 2 വേക്കൻസി. സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ അതിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക. അതിനുശേഷം ഏത് വകുപ്പുകളിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ SSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് ഏകദേശം 968ഓളം ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണോ അതനുസരിച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണോ നോക്കിയിട്ട് അതിൽ ഒഴിവുള്ള കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഏകദേശം 30-32 വയസ്സുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ചില അസ്ഥികളിലേക്ക് 30 വയസ്സും ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 32 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ SC ST OBCക്കും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള PWD കാൻഡിഡേറ്റ്സിനൊക്കെ 10-13 വർഷത്തേക്ക് ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.